നോക്കൂ, നമ്മുടെ വരുമാനം പലപ്പോഴും നമ്മുടെ സ്കില്ല് മാത്രം കൊണ്ട് ഉണ്ടാവുന്നതല്ല, നമ്മുടെ സ്വയം ബോധ്യത്തിൻ്റെ കൂടി ശക്തമായി അവിടെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ എത്ര കഴിവുണ്ടായാലും നമുക്ക് നമ്മുടെ വാല്യൂ നിശ്ചയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ കുറവ് അനുഭവപ്പെടും. സാധ്യതകൾ ചോദിക്കാൻ പറ്റില്ല. ജോലിയിലാണ് പ്രൊമോഷന് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. ബിസിനസ്സിന് പ്രോപ്പറായിട്ടുള്ള പേയ്മെന്റ് വരില്ല. എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, പിന്നെ ഉള്ളിൽ വിഷമിക്കുന്ന അവസ്ഥ വരും. ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോൾ പലരും എന്താ ചെയ്യുന്ന വെച്ചാൽ, ഞാൻ വളരെ നല്ലവനാണ് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു മുടന്തൻ ന്യായം അങ്ങ് പറഞ്ഞു പോകും. ഇതൊന്നും നല്ലതിനാണെന്നൊന്നും ആവില്ല. ഉള്ളിലുള്ള ആ ഒരു ബ്ലോക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്, ഞാൻ നല്ലവനായതുകൊണ്ട് എവിടെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. അല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ സ്വയം ബോധ്യത്തിനനുസരിച്ച് നമ്മൾ നിൽക്കുക തന്നെ വേണം. നമ്മുടെ വില നോക്കിയിട്ട് നിൽക്കാവൂ. എല്ലായിടത്തും പോയി നിൽക്കാനുള്ളതല്ല, നമുക്ക് എല്ലായിടത്തും അഡ്ജസ്റ്റ് ചെയ്യാനും ഉള്ളതല്ല. നമുക്ക് വേണ്ടടുത്ത് നമ്മൾ നിൽക്കേണ്ടടുത്ത് മാത്രമേ നിൽക്കാവൂ. നോക്കൂ, ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു വീട്ടിൽ ഒരു ജോലിക്കാരനുണ്ട്. വീട്ടുകാരൻ നല്ല ഹാപ്പിയാണ്. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ അവരെന്തെങ്കിലും കൊടുക്കും. മനസ്സില്ലാ മനസ്സോടെ അയാൾ അത് വാങ്ങിച്ചിട്ട് പോകും. ഇയാൾ ഓരോ ദിവസവും ചിന്തിക്കുകയാണ്, കുട്ടി ചോദിക്കണമായിരുന്നു. പക്ഷെ പേടി എന്താണെന്ന് വെച്ചാൽ, കുട്ടി ചോദിച്ചാൽ നാളെ മുതൽ അവർ വരണ്ടെന്ന് പറഞ്ഞാലോ. അവസാനം ഓരോ ദിവസവും കിട്ടുന്ന കാശ് മേടിച്ച് അസന്തുഷ്ടമായി തന്നെ രാത്രി കിടന്നുറങ്ങുന്നു. വീണ്ടും രാവിലെ വേറെ ഗത്യന്തരമില്ലാതെ വരുന്നു. കൊടുക്കുന്നവർ അവർക്ക് ഇഷ്ടമുള്ളത് സന്തോഷത്തോട് കൊടുക്കുന്നു. വാങ്ങിക്കുന്നയാൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഈ വിഷയം നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? റിലവൻ്റായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ചോദിക്കുക. എൻ്റെ വാല്യൂ ഞാൻ തന്നെയാണ് കുറക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എവിടെയാണ് ഞാൻ എൻ്റെ വാല്യൂ കുറക്കുന്നത് എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് കൊടുത്തിട്ട്, നിങ്ങൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ തരാട്ടോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 100 രൂപയും കൊടുത്തിട്ട് പോയാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും? നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്ക്. ഇല്ലല്ലേ? നമുക്കത് രണ്ടുപേർക്കും സ്വയം ബോധ്യം വേണം കേട്ടോ. പറ്റിക്കാൻ നടക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നില്ല, നമ്മൾ നല്ല ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും കൊടുക്കും, എല്ലാവരും സന്തോഷത്തോടെ കൊടുക്കും. ഇത് ചോദിക്കാനും പഠിക്കണം, കൊടുക്കാനും പഠിക്കണം. ഇത് രണ്ടും ആവശ്യമാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഓരോ ദിവസവും പണിയെടുത്ത അയാൾ സന്തോഷമില്ലാതെ പോകുന്ന അവസ്ഥയാണോ വേണ്ടത്? പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് സന്തോഷത്തോടെ പോകുന്ന അവസ്ഥയാണോ വേണ്ടത്? ഇത് തീരുമാനിക്കുന്ന അവനവൻ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ അർഹത എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായെങ്കിൽ എഴുതിക്കോളൂ. ഞാൻ സമൃദ്ധിക്ക് അർഹനാണ് എന്ന് തീരുമാനിച്ചോളൂ. ഒറ്റ തീരുമാനം. ഇനി മുതൽ അങ്ങോട്ട് സമൃദ്ധിക്ക് അർഹനായ നിങ്ങളെ മാത്രമേ എനിക്കിവിടെ കാണേണ്ടതുള്ളൂ. സമൃദ്ധിക്ക് അർഹതയില്ലാത്ത ഒരാളെയും എനിക്ക് കാണേണ്ടതില്ല. കാരണം നിങ്ങൾ എല്ലാവരും അർഹതയുള്ളവരാണ്. പക്ഷെ നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറാവുക എന്ന് മാത്രമാണ്. ഇത് ഇപ്പോൾ മുഴുവനായും നിങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ, നിങ്ങൾ ഇന്ന് മുതൽ മനസ്സിൽ ഈ സെന്റൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞാൻ സമൃദ്ധിക്ക് അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ നമ്മുടെ ഒപ്പനൊപ്പനോ വന്ന് മറ്റോ വന്നിട്ട് ആ ബ്ലോക്കേജിനെ, നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന ആ മണിയുടെ മൂല്യത്തെ ഒന്ന് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്വയം മൂല്യത്തോടു കൂടി സമൃദ്ധി അർഹനായി മാറുക. വേറെ ഒരു വഴിയില്ല. സമൃദ്ധിക്ക് അർഹനാവാത്തവർക്ക് ഒരിക്കലും സമൃദ്ധി ലഭിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ആയേ പറ്റുള്ളൂ. അപ്പോൾ നോട്ട് പുസ്തകത്തിൽ എഴുതുക, പണം സ്വീകരിക്കുമ്പോൾ എനിക്ക് ഗിൽറ്റ് തോന്നുന്ന സാഹചര്യം ഏതാണ്, ഈ കുറ്റബോധം തോന്നുന്ന സാഹചര്യങ്ങൾ ഏതാണ് എന്ന് ഇന്നത്തെ ഹോംവർക്കായി നിങ്ങൾ എടുക്കുക.